ഇങ്ങനെ അലങ്കോലമായി കിടന്ന ഡെസ്ക് ഞാൻ എങ്ങനെ ഇതുപോലെ ആക്കിയെടുത്ത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണാം. ആദ്യം തന്നെ ഇല്ലേ, എനിക്ക് ആദ്യം ടേബിളിൽ ഉണ്ടായത് ഒരു മെനയില്ലാത്തൊരു വാൾപേപ്പർ ആയിരുന്നു, ആ ഒരു പ്രിന്റഡ് ടൈപ്പ്. സോ അത് ഞാൻ മാറ്റാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു ബേജ് കളറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു നമുക്ക് ഈസിയായി ഒട്ടിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാമെന്ന്. ബട്ട് എനിക്ക് തെറ്റി. ഞാനിത് എടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോവായിരുന്നു. സോ അത്ര ഈസി അല്ലായിരുന്നു. സോ ഞാനും എൻ്റെ കസിനും കൂടിയാണ് ആ ഒരു പണി ചെയ്തത്. കുറച്ചധികം ഒന്ന് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം നമ്മൾ അതൊക്കെ ഊരിയെടുത്ത് പിന്നെ ഞാൻ പുതിയ ബേജ് പേപ്പർ, അതായത് ബേജ് വാൾ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഈ വാളിൽ എനിക്ക് എന്തോ ഒരു ഒരു വൃത്തികേട് പോലെ തോന്നി. അത് ഞാൻ പെയിന്റ് അടിക്കാനുള്ള ഒരു ക്ഷമയില്ല, അതുകൊണ്ട് ഞാൻ അത് വാൾ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇല്ലേ, ഈ ഡെസ്ക് മേക്കറിന്റെ പാർട്ടായി ഞാൻ ഒരുപാട് DIYs ചെയ്തിട്ടുണ്ട്. എന്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതിലൊന്നാണ് ഈ വാൾ ഗ്രിഡ്. സോ അത് ഞാൻ ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടി എന്താ പറയുക, നാനോ ടേപ്പ് എന്ന്. സോ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് യൂസ് ചെയ്യുമ്പം നമ്മളത് ഊരിയെടുക്കുമ്പം പാടൊന്നും ചുമരിൽ നിൽക്കില്ല. പിന്നെ ഈ വാൾ ഷെൽഫ്, അതും നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഞാൻ നാനോ ടേപ്പ് വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ വാൾ ഗ്രിഡ്, അതും എൻ്റെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് അഗെയിൻ DIY. അതും ഞാൻ നാനോ ടേപ്പ് വെച്ച് തന്നെയാണ് ഒട്ടിച്ചത്. പിന്നെ പോസ്റ്റേഴ്സ് ഇല്ലേ, ഞാൻ വരച്ച് ഒട്ടിക്കാന്നാണ് വിചാരിച്ചത്. ബട്ട് എനിക്കത് വരച്ചത് ഒട്ടിച്ചിങ്ങനെ കാണുമ്പം എന്തോ ഒരു പന്തികേട് പോലെ. സോ ഞാൻ അത് മാറ്റി. പിന്നെ എനിക്ക് മീഷോന്നാണ് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടിയത്. സോ അതാണ് ഞാൻ ഒട്ടിച്ചത്. എനിക്കില്ലേ, ഈ ഡെസ്ക് മേക്കറിൽ ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയൊരു കാര്യമാണ് ആ പഴയ വാൾപേപ്പർ എടുത്ത് മാറ്റി പുതിയത് ഒട്ടിക്കുന്നത്. ഞാൻ ഭയങ്കര ഒരു കഷ്ടപ്പെട്ടു. പിന്നെ പഴയത് ഒട്ടിച്ചതിൻ്റെ ആ പശമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വാഷ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കി, ബട്ട് അത് പോയില്ല. സോ അതുകൊണ്ട് എനിക്ക് പുതിയത് ഒട്ടിച്ചപ്പോൾ അത്രയും നല്ലൊരു ഫിനിഷിങ് കിട്ടിയില്ല. ബട്ട് എന്നാലും ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചത് എനിക്ക് എന്തോ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സോ ഒന്നുകൂടെ ഞാൻ അതൊക്കെ മാറ്റി അതൊക്കെ നീറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തു. സോ എനിക്ക് ഈ ഓർഗനൈസർ ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. ഡയറിയും ഈ ഓർഗനൈസറും ഒക്കെ ഞാൻ എന്തൊക്കെ വാങ്ങി അതിൻ്റെ റേറ്റ് ലിങ്ക് അല്ല, ജസ്റ്റ് ആ ഒരു റേറ്റ്, ബിക്കോസ് ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ DIY ആണ് ചെയ്തത്. അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിലുള്ള സാധനമായിരുന്നു. ഈ ലാമ്പ്, അതും ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ആ മിനി ക്ലോക്ക് ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. പിന്നെ ക്യാമറ എൻ്റെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഡൈനോസറിന്റെ മുട്ട പോലത്തെ ആ ഒരു പെൻ ഹോൾഡർ ഇല്ലേ, അതും ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. പിന്നെ ഈ ലൈറ്റ്, അതും ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. സോ ഇതിൻ്റെ ഒക്കെ ഒരു ടോട്ടൽ കോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്ക് മേക്കോവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ആർ യു റെഡി ടു സീ ദ ഫൈനൽ ലുക്ക്? ആൻഡ് എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ് ചെയ്യണേ. സോ ഇപ്പൊ എനിക്ക് റൂമിൽ കയറാൻ തന്നെ ഒരു പ്രത്യേക സുഖം തോന്നും. ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ അത് കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും മറക്കരുത്. അപ്പൊ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.